സാർ, ഇതാണ് ഇടിക്കുള്ള സാറിന്റെ പിസ്റ്റൾ. 9mm 1A റേഞ്ചിൽപ്പെട്ട സെമി ഓട്ടോമാറ്റിക് വെപ്പണാണിത്. IDF കമ്പനിയുടെ മേക്ക്. ഇടിക്കുള്ള സാറിന്റെ ഡെഡ് ബോഡിക്ക് അടുത്ത് നീട്ടിയ ഈ പിസ്റ്റൾ ഫുൾ ലോഡഡായിരുന്നു. പക്ഷേ ഒരു ബുള്ളറ്റ് പോലും ഫയർ ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു. ജീവയുടെ കയ്യിൽ നിന്നും പോലീസ് ക്യാപ്ചർ ചെയ്തത് ഒരു 9mm പിസ്റ്റളാണ്. അതിൽ നിന്നും ഗൺ ഫയറിംഗ് നടന്നിട്ടില്ല. ഇടിക്കുള്ള സാറിന്റെ നെഞ്ചിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റാണിത്. ബ്രൗണിംഗ് എന്ന കമ്പനിയുടെ പിസ്റ്റളിൽ മാത്രം യൂസ് ചെയ്യാറുള്ള 9mm റേഞ്ചിലുള്ള ബുള്ളറ്റാണിത്. നെഞ്ചിന്റെ ആൾമോസ്റ്റ് മിഡിലായിട്ട് ഒരു ഒറ്റ ഷാർപ്പ് ഷോട്ട്. ഈ ബുള്ളറ്റ് അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തത്. പിന്നെ മറ്റൊരു ബുള്ളറ്റ് കൂടെ കിട്ടിയിട്ടുണ്ട്. സെയിം 9mm ബുള്ളറ്റ്. അത് ഉന്നം തെറ്റി ഫ്ലവർ വേസിലാണ് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സയന്റിഫിക് ഒപ്പീനിയൻ അനുസരിച്ച് ഈ ബ്രൗണിംഗ് കമ്പനിയുടെ പിസ്റ്റൾ ഉപയോഗിച്ച ആൾ തന്നെയാണ് കില്ലർ. എക്സാക്ട്ലി. ഓരോ ഫയറിങ്ങിന് ശേഷവും ബുള്ളറ്റിൽ ഉണ്ടാകുന്ന മാർക്കിങ്ങിനെ ബേസ് ചെയ്താണ് ക്രൈമിൽ ഉപയോഗിച്ച വെപ്പൺ ഏത് കമ്പനിയുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. റൈഫിളിംഗ് എന്നാണ് ഞങ്ങൾ ഇതിനെ വിളിക്കാറ്. സാർ, ഈ മുറിവ് കണ്ടോ? തോക്കിൽ നിന്ന് വളരെ ഷാർപ്പായി പായുന്ന വെടിയുണ്ട നെഞ്ചിൽ തുളച്ചു കയറുമ്പോഴുള്ള എൻട്രി വൂണ്ടാണിത്. ഈ മുറിവിന്റെ വ്യാസവും ബുള്ളറ്റിന്റെ ഡയമീറ്ററും ആൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇൻ ദിസ് കേസ് ആൾസോ ഇറ്റ് ഈസ് സെയിം. Can you explain? യെസ്. അതായത് ഗണ്ണിൽ നിന്നും ഒരു ബുള്ളറ്റ് പായുമ്പോൾ അതിനൊപ്പം ചില ഒബ്ജക്ട്സ് കൂടി സ്പ്രെഡാകും. ഫ്ലെയിംസ്, ഫ്യൂംസ്, കാർബൺ മോണോക്സൈഡ്, പിന്നെ പെപ്പറിങ്. ഈ പെപ്പറിങ് എന്ന് വെച്ചാൽ കത്താത്ത വെടിമരുന്ന് തരികളില്ലേ, അതാണ്. ഇതിനെ ഫയർ എഫക്ട്സ് എന്നാ പറയുക. ഇത് എൻട്രി വൂണ്ടിന് ചുറ്റും ഒരു പ്രത്യേക വല ഉണ്ടാക്കും. ജസ്റ്റ് ലൈക്ക് എ ഹാലോ. ദേ കണ്ടില്ലേ? ഗൺ ഷോട്ടിന്റെ ഡിസ്റ്റൻസ് അനുസരിച്ചാണ് ഹാലോ ഉണ്ടാകുന്നത്. ഈ ബുള്ളറ്റ് തോക്കിന്റെ കുഴലിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ ബുള്ളറ്റിന്റെ പുറത്തൊരു ഗ്രീസ് ഉണ്ടാകും. ഇത് എൻട്രി വൂണ്ടിന് ചുറ്റും ഒരു സർക്കിൾ ഉണ്ടാക്കും. ഇതിനെ ഗ്രീസ് കോളർ എന്നാണ് പറയാറ്. ബുള്ളറ്റ് ബോഡി സ്ട്രോങ് ആയി ടച്ച് ചെയ്യുമ്പോൾ സ്കിന്നിൽ സ്ക്രാച്ച് ഉണ്ടാകും. ഇതിലൂടെയാണ് ബുള്ളറ്റ് തുളച്ചു കയറുന്നത്. ഇതിനെ അബ്രേഷൻ കോളർ എന്നാ പറയാറ്. അപ്പോൾ ഒരു ഡൗട്ട്, ഈ എത്ര ദൂരം നിന്ന് വെടിവെച്ചാലും ഇതൊക്കെ ഉണ്ടാവുമോ? ഡെഫിനറ്റ്ലി. എത്ര ദൂരം നിന്ന് വെടിവെച്ചാലും ഗ്രീസ് കോളറും അബ്രേഷൻ കോളറും എൻട്രി വൂണ്ടിന് ചുറ്റും ഉണ്ടാകും. സർ, അപ്പോൾ ഈ കേസിലോ? ഐ ആം കമ്മിങ് ടു ദാറ്റ്. ഗൺ ഫയറിങ്ങിന്റെ ഡിസ്റ്റൻസ് 3 ഇഞ്ചിനകത്താണെങ്കിൽ തോക്കിന്റെ എഡ്ജിൽ നിന്നുള്ള ഫ്ലെയിംസ് എൻട്രി വൂണ്ടിന് ചുറ്റും ബേണിംഗ് ഉണ്ടാക്കും. ഇനി ആ ഡിസ്റ്റൻസ് 6 ഇഞ്ചിനകത്താണെങ്കിൽ ഗണ്ണിൽ നിന്നുള്ള ഫ്യൂംസ് ഈ മുറിവിന് ചുറ്റും എ കൈൻഡ് ഓഫ് ബ്ലാക്കനിങ് എന്ന് വെച്ചാൽ ഒരു കറുത്ത വലയം സൃഷ്ടിക്കും. സർ, ആ വലയം ഈ വൂണ്ടിലും ഉണ്ടല്ലോ. യെസ്. ഈ വൂണ്ടിന്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ഇത് ഗ്രീസ് കോളറും അബ്രേഷൻ കോളറും ബേണിങ്ങും ബ്ലാക്കനിങ്ങും ഉണ്ട്. പിന്നെ പെപ്പറിങ്ങും. സോ കൺസിഡറിങ് ഓൾ ദിസ് ആസ്പെക്ട്സ്, ഇടിക്കുള്ള സാറിനെ ആ കില്ലർ വെടിവെച്ചിരിക്കുന്നത് 7.5 ഇഞ്ചിൽ താഴെയുള്ള അകലത്തിൽ നിന്ന് മാത്രമാണ്. ക്ലോസ് റേഞ്ചിലെ ആ ഒറ്റ ഷോട്ടിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവുകയും സ്പോട്ട് ഡെത്ത് ഉണ്ടാവുകയും ചെയ്തുവെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ സ്പെസിഫിക് ആയി പറഞ്ഞിട്ടുള്ളത്. ഈ മരണത്തിന് മുൻപ് ഒരു സ്ട്രഗിൾ നടന്നതായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹിന്റ് ചെയ്യുന്നുണ്ട്. അതും ഈ സയന്റിഫിക് എവിഡൻസുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ ഒരു സൂസൈഡ് അറ്റംപ്റ്റിനുള്ള സാധ്യത കാണുന്നില്ലല്ലോ. നെവർ സാർ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പുള്ളിയുടെ ഗണ്ണിൽ തന്നെ ആവാമായിരുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സർ, അപ്പൊ ഇതൊരു പ്രൊഫഷണൽ കില്ലർ ആണല്ലേ? യെസ്, എക്സാക്ട്ലി. ജസ്റ്റ് എ മിനിറ്റ്. സാർ, ഈ എൻട്രി വൂണ്ടിന്റെ ക്യാരക്ടറും ഗൺ ഫയറിങ്ങിന്റെ ആംഗിളും വെച്ച് നോക്കുമ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു ലെഫ്റ്റ് ഹാൻഡറാണ്. ലെഫ്റ്റ് ഹാൻഡർ. വി ആർ റെഡി സർ. രേഖ റെഡി അല്ലേ? ആ സർ. റോക്കി, നിന്റെ വില്ലനെ തോപ്പിക്കാൻ പറ്റിയ ചാൻസ് ആണ്. സർ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യ്. ക്ലോസ് റേഞ്ച് ഷോട്ട് എടുക്ക്. ഇവന്റെ അമ്മ പറഞ്ഞ കറക്റ്റാ.
ഇവനൊരു കാക്കനെ കല്ലെറിയാൻ പോലും പറ്റൂല. അതുമാത്രമല്ല സർ, ഇവൻ പറയുന്നത് ശരിയാണെങ്കിൽ എൻട്രി ഉണ്ട് ഡിഫറൻ്റ് ആയിരിക്കണം. ഓൾസോ സർ ഹീസ് റൈറ്റ് ഹാൻഡഡ്. യെസ്, ദാറ്റ്സ് ദ പോയിന്റ്. ഹീസ് റൈറ്റ് ഹാൻഡ്. ശരത്തെ, സർ, ഇവനെ വീട്ടിൽ കൊണ്ടാക്കിയേക്ക്. 5 ഇഞ്ച് നീളം വരും ആ സ്പേസ്. വീതി എത്ര തന്നെ? സർ ഇത് ഇടുക്കളയുടെ അലമാരയിൽ നിന്ന് കിട്ടിയതാ. ആ പേപ്പറിൽ ബാസിന്ന് എഴുതിയിട്ടുമുണ്ട്. എത്രയുണ്ട്? അത് 50 ഉണ്ട്. വേറെ വല്ല ക്യാഷ് ഉണ്ടോ? ഇല്ല ഞാൻ തറവായിട്ട് ചെക്ക് ചെയ്തു. വേറെ ഒന്നും. ഓക്കെ. സർ ഒരു വൈറ്റൽ എവിഡൻസും കൂടെ ഉണ്ട്. ആ CCTV ക്യാമറ ഇടിമിന്നലിൽ ചീത്തായതല്ല, അതിന്റെ കേബിൾ ആരോ കട്ട് ചെയ്തേക്കുന്നയാ. അപ്പോൾ ഇറ്റ്സ് എ പ്ലാൻ മർഡർ. യെസ് സർ. കില്ലർ അതിബുദ്ധിമാനാണ്. രേഖ ഒരു കാര്യം ചെയ്യും, ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് തരും. ഇതുപോലെ വേറെ വല്ല എവിഡൻസ് കിട്ടിയാലോ? ഓക്കെ സർ. ഓക്കെ. സാറേ കേസിന്റെ അന്വേഷണമൊക്കെ എന്തായി? കില്ലർ നമ്മളെ കുഴപ്പിക്കുന്നുണ്ട്. എന്തായാലും അവൻ നമ്മുടെ കയ്യിലേക്ക് വരും. സാറേ എനിക്ക് സംശയം ആ ജോലിക്കാരനെയാണ്, ആ ബാസിയെ. എന്താ കാരണം? സാറേ അവൻ കുറച്ച് അത്യാവശ്യം കടക്കാരനാണ്. അതിടയ്ക്ക് പൈസയൊക്കെ സാറിനോട് ചോദിക്കാറുണ്ട്, പക്ഷെ പുള്ളി കൊടുക്കാറൊന്നുമില്ല. പുള്ളി ഒരു പ്രത്യേക ക്യാരക്ടറാണ് സാറേ. പുള്ളിയുടെ അടുത്ത് നിന്ന് കിട്ടാത്ത അവനോട് ചോദിക്കാറുണ്ട്. ഞാൻ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഇപ്പൊ സാറിന്റെ റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് കാശൊക്കെ കിട്ടിയ കേസ് അവൻ അറിയാം സാറേ. ഇനി അവനെങ്ങാനും മുറിയിന്ന് ബാസിന്ന് എഴുതിയ പേപ്പറും കുറച്ച് കാശും കിട്ടിയിട്ടുണ്ട്. എങ്കിൽ സാറേ അത് അവനവനാണ് ചാൻസ് കൂടുതൽ. കാരണം അവൻ പൈസ വയ്ക്കുമ്പോഴൊന്നും സാറ് കൊടുക്കാറില്ല. പിന്നെ അങ്ങേരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് സാറേ. പുള്ളിയുടെ ഭാര്യയും മോനും പോലും തിരിഞ്ഞു നോക്കിയില്ല. സാറിന് അറിയാലോ, നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം തരാൻ ആളില്ലെങ്കിൽ പിന്നെ ഈ ജീവിതം കൊണ്ട് എന്താണ് സാറേ അർത്ഥം? സാറിന്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ, അനാഥ പ്രേതം കണക്ക് പോയില്ലേ സാറ്. സാറേ അപ്പം ശരി സാറേ, എന്നാ ഞാൻ പോട്ടെ സാറേ. ഓക്കേടാ. ഓക്കെ സാർ. ചില സമയത്ത് കാട്ടുപോത്തിൻ്റെ സ്വഭാവമായിരിക്കുള്ളൂ. അമ്പനും വെല്ലുവിളി എടുക്കില്ലായിരുന്നു. ഒരിക്കലും ഒരു കഞ്ചാവ് കേസിലെ പ്രതിനെ വിട്ടയക്കണമെന്നും പറഞ്ഞ് ഒരു സഖാവ് സാറിനെ വിളിച്ചു പറഞ്ഞു. സാറ് അതിൻ്റെ ദേഷ്യത്തിൽ അവനൊരു 2 അടി കൂടുതലും കൊടുത്ത് നേരം വിളിക്കണവരെ സ്റ്റേഷനിൽ നിർത്തി. കള്ളു കുടിച്ച് ഫിറ്റായി കഴിഞ്ഞാൽ പിന്നെ കൊച്ചു കുട്ടികളുടെ പോലെ ശരിക്കും ഒറ്റപ്പെട്ടതിൻ്റെയൊക്കെ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സങ്കടം മോനെ കാണാൻ പറ്റാത്തതിലായിരുന്നു. തനിക്കാരെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ സർവീസിലിരിക്കുമ്പോൾ ഇടിക്കുള്ള സാർ ഒരുപാട് പേര് ദ്രോഹിച്ചിട്ടുണ്ട്. ഇനി അവരാരെങ്കിലും ചെയ്ത പണിയാണെന്നുള്ളത്. സാർ, ഇതിലെ ഹാൻഡ് റൈറ്റിംഗ് ഇടിക്കുള്ള സാറിന്റെ, ഭാസിയുടെ ഇടിക്കുള്ള സാറിന്റെയും ഹാൻഡ് റൈറ്റിംഗ് ഡിഫറൻ്റ് ആണ് എന്നതാണ് എക്സ്പെർട്ട് ഒപ്പീനിയൻ. അപ്പോൾ ഇടിക്കളൊക്കെ ഇങ്ങനെ ഒരു മുഖം കൂടി ഉണ്ടല്ലേ? സർ, നമുക്ക് പണി കൂടും. അതെ സർ. ഓക്കെ, അപ്പോൾ ബാസി പൊക്കോ. ശരി സാറേ. ഈ കാശ് തനിക്കുള്ളത് തന്നെയാണ്, പക്ഷെ കോടതിയിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതുവരെ ഒന്ന് കാത്തിരിക്കണം. ഇന്ന് പൊക്കോട്ടെ സാറേ. ഡെലിവറിക്കാരൻ നീ എന്തായാലും ഒന്ന് ചാടിയേ പറ്റുള്ളൂ കേട്ടോ. നമുക്കേ ലുലു മോളിലൊക്കെ ഒന്ന് അടിച്ച് കറങ്ങി. എന്താ പറയണം പറ. നീ എന്തായാലും ചാട്, അതൊക്കെ നമുക്ക് നോക്കാന്നേ. ഇതവനല്ലേ? അവൻ തന്നെ. ഇറങ്ങോ, വാ. നീ പേടിക്കൊന്നും വേണ്ടെന്നേ. ജോഷി വന്നേ, നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്. വാ. അയ്യോ സാറേ, വാടാ. ചായ കുടിക്കാം സാറേ ഞാൻ വാടാ. സാറേ ഞാനൊന്നും ചെയ്തില്ല സാറേ. സാറേ സാർ എന്താ സാറേ? സാർ സാറേ കേറിയിരിക്കണം, കാര്യം പറയണം സാർ. സാർ സർ, ഇടിക്കുള്ള സാറിന്റെ ഫോൺ കോൾസിന്റെ സൈബർ സെല്ലിൽ നിന്നുള്ള ലിസ്റ്റാ. എനി ഫ്രീക്വന്റ് കോൾസ്? യെസ് സർ, ഒരു നമ്പറിലേക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് കോൾസ് പോയിട്ടുണ്ട്. ഒരു മിസ് യാമിനി. മിസ്സോ മിസ്സിസോ?
ഈ ഇടിക്കുള്ള ആള് മോശമില്ലല്ലോ. സർ ഈ ജോഷിയുടെ കാര്യം അവനൊന്നും അല്ലെന്ന്, ആ വക്കീലിന് വട്ടാണ്. ഹലോ ഹലോ മിസ്റ്റർ ലാൽ മോഹൻ, ആർ യു ദേർ? എന്താ സാർ? അത് ഞാനല്ലേ അങ്ങോട്ട് ചോദിക്കേണ്ടത്. ഡു യു ഹാവ് എനി ആൻസർ? നിങ്ങൾ അവിടെ എന്ത് മലമറിക്കുകയാണ്? കം ഓൺ, ആൻസർ മീ. വി ആർ ട്രൈയിങ് സർ. ഗോ ടു ഹെൽ വിത്ത് യുവർ യൂഷ്വൽ ഡ്രാമ. ട്രൈയിങ് സർ. ഐ വിൽ ഗിവ് യു 1 week ടൈം. എന്നിട്ടും പതിവ് പല്ലവിയാണെങ്കിൽ യു വിൽ ബി കിക്ക്ഡ് ഔട്ട് ഫ്രം ദിസ് കേസ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? സോറി സർ. Any bad news? Sorry, I was a little disturbed. ദാറ്റ്സ് ഓക്കെ സർ. ഇടുക്കള സാറിന്റെ വൈഫിനെ മകനെ ഞാൻ വിളിച്ചിരുന്നു. മരണം നടക്കുന്ന സമയത്ത് അവർ കുളു മനാലിയിലായിരുന്നു. അതിന്റെ ട്രാവൽ ഡോക്യുമെന്റ്സും ഫോട്ടോസും ഒക്കെ അവരെനിക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ഓ, അപ്പോൾ അവർ നമ്മളെ തോപ്പിച്ചല്ലേ? ഓക്കെ, യു ക്യാൻ ഗോ. താങ്ക് യു സർ. ഹലോ. ഇടുക്കി സെന്റ് തോമസ് കോളേജിൽ 2013 ബാച്ചിൽ ഒരു ഇടങ്കയ്യൻ സ്പിന്നർ ഉണ്ടായിരുന്നു. ഒരുപാട് മത്സരങ്ങൾ ഈ കോളേജ് ജയിക്കാൻ കാരണം ഈ ലെഫ്റ്റ് ഹാൻഡ് ബൗളറാണ്. ഒരുപക്ഷെ അയാളെ തനിക്ക് അറിയാൻ പറ്റുമായിരിക്കും. ജീവ വാസുദേവ്. ദാറ്റ് മീൻസ് യു. ആം ഐ റൈറ്റ്? എന്നാലും തനിക്ക് ഇടിക്കുള്ളതിനോട് ഇത്ര ദേഷ്യം തോന്നാൻ കാരണം എന്താ? എന്തെങ്കിലും ഒരു വഴക്കിൻ്റെയോ ഈഗോൻ്റെ പുറത്ത് താൻ ഈ പണിയില്ല എന്ന് എനിക്കറിയാം. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. വേണ്ടെങ്കിൽ വേണ്ട. സാർ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം സാറേ? എന്റെ പെങ്ങളെ നശിപ്പിച്ചവനെ ഈ കൈകൊണ്ട് കൊല്ലണമെന്ന് ആഗ്രഹിച്ചതാ, പക്ഷെ നടന്നില്ല. തൻ്റെ സിസ്റ്ററും ഇടിക്കുളയും തമ്മിൽ അതൊരു കഥയാണ് സാർ.